ഹായ്, ഇന്നേക്ക് വൈറൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകണ്ട. ഇന്നേക്ക് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞിട്ട് ഇന്നേക്ക് പിടിച്ച് കാള ജിമ്മിൽ ഉണ്ടാക്കാൻ പോകട്ടെ. 2 കാള ജിമ്മിന് വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട കുറച്ച് എടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് ആദ്യം ചൂടാക്കാണ്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുക. പൊടി ചൂടായതും മറ്റേ ഉള്ളി ചതച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ച് വെച്ച് ഇട്ട് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നന്നായി വണക്കി പിന്നെ അടിപൊളിയായിട്ട് കറിവേപ്പിലുണ്ട് കേട്ടോ. കറിവേപ്പിലിട്ട് നന്നായി പച്ചമണം പോകും വരെ നന്നായി വണക്കുക. അത് കഴിഞ്ഞ് പുളി ഉണ്ടല്ലോ, പുളിവെള്ളം കലക്കി സൂപ്പറായി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അളവിന് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. അതും കുറച്ച് തിളച്ചപ്പിന്നെ ഉണ്ടല്ലോ, മീൻ കാള ജിമ്മീൻ ഉണ്ടല്ലോ, അതിൽ സൂപ്പറായി ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മറ്റേ ഗ്രേവി പോലെ ഉണ്ടല്ലോ, മറ്റേ മസാലയൊക്കെ പുരട്ടി കൊടുക്കട്ടെ. അങ്ങോട്ട് തേച്ചതാ മേലെയൊക്കെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇഡ്ഡലി ചട്ടി മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചെടുത്താണ്ടല്ലോ കുറച്ച് വെന്തിട്ടുണ്ടാകും. ഇനി തിരിച്ചിടുക കേട്ടോ. രണ്ടും തിരിച്ചിട്ടിട്ട് അതിന് മേലെ മസാല ഉണ്ടല്ലോ അതങ്ങനെ പുരട്ടി വയ്ക്കുക കേട്ടോ. 2 പ്രാവശ്യം 3 പ്രാവശ്യം അടച്ച് നന്നായി വെന്ത പിന്നെ ഉണ്ടല്ലോ ഇത് കണ്ടോ സൂപ്പറായി ഒക്കെ പുരട്ടി മേലെ വെച്ചിട്ടുണ്ട്. പിന്നെയും മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായി വെന്ത പിന്നെ ഇറക്കിയത് അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. വേണ്ട ഫിഷ് ഫ്രൈ ചോറും വെറും ചോറ് ഇട്ടതാണ്, ചാറൊന്നും ഒഴിച്ചില്ല കേട്ടോ. അത് ഫിഷ് ഫ്രൈ തന്നെ നല്ല മസാല ഉള്ള കാരണം എടുത്തിട്ടുണ്ടല്ലോ. വെറും ചോറിൻ്റെ കൂടെ ഇട്ടും ചോറ് ഇങ്ങനെ കുഴച്ചും കഴിച്ചുകൊണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ ഈ മസാലയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവാൻ പറയുക, അടിപൊളിയായിട്ടുണ്ടായിട്ട്. ഇനി വയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ വയ്ക്കണം കേട്ടോ. പിന്നെയും കുറച്ച് നേരം കണ്ടല്ലോ, ഇനിയും കുറച്ച് പീസ് എടുക്കുന്നുണ്ട്. ചോറ് കുഴച്ചിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. അത് കണ്ട ഒരു ചോറ് എടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നില്ല, വൈഫിന് കുറച്ച് കൊടുക്കട്ടെ. വൈഫ് പോയി കഴിച്ച് നോക്കട്ടെ, ആദ്യം ഉണ്ടാക്കിയതല്ലേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ ഉണ്ടാക്കി വൈഫിനെ കൂട്ടി കൊടുക്കും. കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക്. ഓക്കെ.